ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശരവണനെയും എല്ലാം കൂട്ടി അന്ന് സർപ്പക്കളം കാണുവാനായി പോകാൻ റെഡിയായി എത്തുന്ന ജ്യോതി ഈ സമയത്ത് അവിടെ നേരത്തെ തന്നെ ജ്യോതി റെഡിയായി നിൽക്കുന്ന ജീവനെ കണ്ട് അതിശയത്തോട് ചോദിച്ചു, അല്ലേട്ടാ, സാധാരണ എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ ഏട്ടനെ ഒരു 100 തവണ വിളിക്കണം, എന്നാലേ വരാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഏട്ടൻ നേരത്തെ റെഡിയായി കഴിഞ്ഞല്ലോ. അല്ല, ഇതെന്താ സംഭവം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏട്ടൻ ഇത്തവണ നേരത്തെ റെഡിയാനുള്ള കാരണം എന്താണ് എന്നൊക്കെ അന്വേഷിച്ചു. അത് കേട്ട ഉടനെ തന്നെ ജീവൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ നേരത്തെ റെഡിയായെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജ്യോതി പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിത്യേച്ചിയുടെ നാടാണെന്ന് അറിഞ്ഞപ്പോൾ അവിടേക്ക് പോകാൻ വല്ലാത്ത തിടുക്കായല്ലേ? കെട്ടാൻ പോകുന്ന പെങ്കുച്ചിനെ കൂടി കുറച്ചു നേരം ഇരുന്ന് കാണാമല്ലോ, അതൊക്കെയല്ലേ ഏട്ടൻ്റെ മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞപ്പോൾ ജീവൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നീ വെറുതെ അങ്ങനെയൊന്നും പറഞ്ഞുണ്ടാക്കാൻ നോക്കണ്ട എന്ന് അറിയിക്കുന്നു. അതെല്ലാം കേട്ടതിന് ശേഷം വീണ്ടും ജീവന്റെ ആ സംസാരം എല്ലാം കേട്ടപ്പോൾ ഉടനെ തന്നെ നിത്യ വീണ്ടും പറഞ്ഞു. നിത്യയുടെ കാര്യം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജീവന്റെ അരികിലേക്ക് സുജാതയും എത്തി. എന്താ രണ്ടുപേരും സംസാരിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിത്യ വേഗം ജീവനോട് ജ്യോതി ചോദിച്ചു, ഏട്ടാ, ഈ സർപ്പക്കളം എന്ന് പറഞ്ഞാൽ രാത്രി വരെ ഉണ്ടോ, അധിക നേരം ഉണ്ടോ? അത് കേട്ട ഉടനെ ജീവൻ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല മോളെ, എനിക്ക് ഈ കേട്ടുകേഴ്വി അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല എന്ന് ജീവൻ ജ്യോതിയോട് അറിയിച്ചു. അപ്പോഴാണ് സുജാത പറഞ്ഞത്, മോളെ, ഇന്ന് നമുക്ക് ആ നാട്ടിലേക്ക് പോകുന്നതിൽ വലിയ സന്തോഷമുണ്ടല്ലോ, അതുകൊണ്ട് ജീവൻ നേരത്തെ റെഡിയാതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ജ്യോതി പറഞ്ഞു, അതെ, രാത്രി ഒത്തിരി വൈകിയാണ് അവിടെ ഇത് കളം തീർന്നെങ്കിൽ ഏട്ടന് കമ്പനി കൂടാൻ ഏട്ടന് അവിടെ ഒരാളുണ്ടല്ലോ, ഇനി ഞാനും അവിടെ വല്ല ചെറുപ്പക്കാരന്മാരെ നോക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ജീവൻ പറഞ്ഞു, ഒന്ന് പോടി. ഇത് കേട്ട ഉടനെ തന്നെ ഇതേ ചോദ്യം സുജാതയോട് ചോദിച്ചപ്പോൾ സുജാത പറഞ്ഞു, അതിനെന്താ, നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. നിനക്ക് നിന്റെ കൂടെ അല്ലെങ്കിൽ നിനക്കൊപ്പമുള്ള ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത്, നീ ആരുടെ കൂടെ ജീവിക്കണമെന്നത് നീ തിരഞ്ഞെടുക്കേണ്ടത് നിന്റെ യോഗ്യതയാണ്, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടത്. അതിന് ഞാൻ ഒരിക്കലും എതിർപ്പ് പറയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രം, നമ്മുടെ കുടുംബത്തിനും നിനക്കും യോജിച്ച ഒരാളെ ആയിരിക്കണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സുജാതയുടെ ആ സംസാരം കേട്ട് ജീവനോട് ജ്യോതി പറഞ്ഞു, കേട്ടില്ലേ അച്ഛാ, അമ്മ പറഞ്ഞത്, പഴമയെ തള്ളിക്കളയാതെ പുതുമയെ ഉൾക്കൊണ്ട് അമ്മ പറഞ്ഞത് കേട്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ് സുജാതയെ ചേർത്ത് പിടിക്കുമ്പോൾ ഉടനെ ശരവണ്ണൻ അവിടേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ലമ്മ, ഈ സർപ്പക്കളം എന്നൊക്കെ പറയുമ്പോൾ അവിടെ സർപ്പമൊക്കെ വരുമോ? ഇത് കേട്ട ഉടനെ സുജാത പറഞ്ഞു, പണ്ട് കാലത്തൊക്കെ അങ്ങനെ സർപ്പക്കളത്തിൽ സർപ്പമൊക്കെ വരാറുണ്ടായിരുന്നു, ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോഴേക്കും ശരവണൻ മനസ്സിൽ ചിന്തിച്ചു, ഇവൻ തന്നെ ഉണ്ടല്ലോ, ഇവനല്ലാതെ വേറെ സർപ്പം എന്തിനാ, ഇവൻ തന്നെ ഒന്നാന്തരം ഒരു സർപ്പമല്ലേ എന്ന് ജീവനെ നോക്കി മനസ്സിലങ്ങനെ ശരവണൻ പറയുമ്പോൾ ജീവൻ ചോദിച്ചു, എന്താടാ? അപ്പോൾ ശരവണൻ പറഞ്ഞു, ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള സംസാരം കേട്ട് സുജാത പറഞ്ഞു, അതെ, രണ്ടുപേരുടെ ഈ പൊട്ടംകളി ഞാൻ കുറച്ചു നാളെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങി വരാനായി അറിയിച്ചു. അങ്ങനെ അവർ സർപ്പക്കളം നടക്കുന്ന പ്രസിഡന്റ് വീട്ടിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങുന്നു. ശരവണനും ചിരിച്ചിറങ്ങാൻ തുടങ്ങുമ്പോൾ ജീവൻ ശരവണനെ ഒന്ന് രൂക്ഷമായി നോക്കി. ആ നോട്ടം കണ്ട് ജീവനെ നോട്ടം കണ്ട് ഭയത്തോടെ ശരവണൻ മാറി നിൽക്കുന്നു. അതിനുശേഷം പ്രസിഡന്റ് വീട്ടിൽ എല്ലാവരും ചേർന്ന് ആ സർപ്പക്കളത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആ നാട്ടിലുള്ള ആളുകളൊക്കെ വന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ജീവനും അമ്മയും എല്ലാം അവിടെ വന്നിറങ്ങി. ഉടനെ തന്നെ പ്രസിഡന്റ് തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് ജീവനെയും സുജാതയെയും ഒക്കെ പരിചയപ്പെടുത്തി. ഇതാണ് നമ്മളെ സദാനന്ദേട്ടൻ്റെ മകൾ നിത്യ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ, ഇതാണ് സുജാത മേഡം എന്ന് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെടുത്തുമ്പോഴേക്കും അവിടേക്ക് പ്രസിഡന്റിന്റെ മകളായ സ്നേഹ എത്തുന്നു. സ്നേഹ വന്ന് കണ്ട ഉടനെ തന്നെ സ്നേഹ എന്ത് ചെയ്യുന്നുവെന്ന് അന്വേഷിച്ചു. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൾക്ക് മുന്നോട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല, കാരണം ശ്വാസം മുട്ടലൊക്കെ അലച്ചിലായി, അവളുടെ രോഗം കാരണം പിന്നെ മോൾക്ക് മുന്നോട്ട് പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല, അതാണ് സത്യം എന്നറിയിച്ചു. അതെല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ വിഷമത്തോടെ പറഞ്ഞു. അങ്ങനെ ആകെ ഒരു നിരാശയിലായിട്ട് മോളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഉടനെ സുജാത അരികിലേക്ക് വന്ന് പറഞ്ഞു, അതെ, എനിക്ക് പറയാനുള്ളത്, മോള് ഒന്നുകൊണ്ടും ആശങ്കപ്പെടണ്ട, എല്ലാവർക്കും ജീവിതത്തിൽ നല്ല കാലം ഉണ്ടാവും, മോൾ അതുമാത്രം ചിന്തിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞ് സുജാത സ്നേഹയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ല, നിത്യമോള് വന്നില്ലേ എന്ന് ഉടനെ നിത്യമോള് അച്ഛനും എത്തിയില്ലേ എന്ന് സുജാത പ്രസിഡന്റിനോട് ചോദിച്ചു. അപ്പോഴേക്കും നിത്യയും അച്ഛനും കൂടി അവിടേക്ക് ഗേറ്റ് കടന്നു വരുന്നത് പ്രസിഡന്റ് കണ്ടു. ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ദാ വരുന്നു എന്ന് നിത്യയെ ചൂണ്ടിക്കാണിച്ചതും
വേഗം സുജാത നിത്യയെ കണ്ട് വളരെ സന്തോഷത്തോടെ മോളെ എന്ന് വിളിച്ചു. ഉടനെ സുജാതയുടെ അരികിലേക്ക് അച്ഛൻ്റെ അരികിൽ നിന്ന് വേഗം ഓടി വരികയാണ് അമ്മ എന്ന് വിളിച്ചുകൊണ്ട് നിത്യ അരികിലേക്ക് വന്നതും സദാനന്ദനും വളരെ സന്തോഷത്തോടെ ജീവന്റെ അരികിലേക്ക് എത്തി ചോദിച്ചു, അല്ല മോനെന്തോന്നും മിണ്ടാതെ നിൽക്കുന്നത്? അപ്പോഴേക്കും സുജാതയോട് നിത്യ ചോദിച്ചു, അമ്മയെ ഒത്തിരി നേരമായോ വന്നിട്ട്? ഉടനെ പ്രസിഡന്റ് പറഞ്ഞു, ദാ ഇപ്പൊ ഇങ്ങനെ വന്ന് മോള് വന്നില്ലേ, മോള് അച്ഛനും വന്നില്ലേ എന്ന് ചോദിച്ചതേ ഉള്ളൂ, അത്രയും നേരം ആയിട്ടുള്ളൂ എന്ന് അറിയിച്ചു. ഉടനെ തന്നെ ജീവൻ പറഞ്ഞു, അതെ എല്ലാരെയും ഒന്നിച്ച് കണ്ടത് തന്നെ വലിയ സന്തോഷമല്ലേ എന്നിങ്ങനെ പറഞ്ഞു സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ നിത്യയോട് സുജാത ചോദിച്ചു, മോളെ ഇന്ന് അമ്മ നേരത്തെ വന്നോ എന്ന് നിത്യ അന്വേഷിച്ചത് കേട്ട് ജ്യോതി പറഞ്ഞു, അതെ അമ്പലത്തിന്റെ കാര്യം എന്തെങ്കിലും ആണെങ്കിൽ അമ്മയെ കഴിഞ്ഞിട്ട് വേറെ ആർക്കും നേരത്തെ എത്താൻ കഴിയില്ല. അമ്മ അവിടെ ആദ്യം എത്തിയിരിക്കും, അതാണ് അമ്മയുടെ സ്വഭാവം. അത് കേട്ട് സുജാത കേട്ടങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഉടനെ സ്നേഹ പറഞ്ഞു, അത് നിത്യ നീങ്ങി വന്നേ, നിന്നോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു സ്നേഹയോടെ പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അരികിൽ നിന്ന് ജ്യോതിയെ കണ്ടത്. നിത്യ ചോദിച്ചു, നീ വരുന്നുണ്ടോ എന്ന് അന്വേഷിച്ചത്. ദാ ഞാനും വരാം എന്ന് പറഞ്ഞ് സ്നേഹയുടെയും നിത്യയുടെയും കൂടെ ജ്യോതിയും പോകുന്നു. അപ്പോഴേക്കും ഉടനെ പ്രസിഡന്റ് ജീവന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ മോനെ ജീവ, ഇവിടെ ഈ വീട് മോന്റെ സ്വന്തം വീട് തന്നെ കരുതിക്കോണം. എവിടെ ഇരിക്കണം, എവിടെ നിൽക്കണം എന്നൊന്നും യാതൊന്നും ആലോചിച്ച് ആരോടെങ്കിലും ചോദിച്ച് അനുവാദം മേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് അകത്ത് എവിടെ വേണമെങ്കിലും വന്നിരിക്കാം, മോന് ഇഷ്ടമുള്ള പോലെ പെരുമാറാം കേട്ടല്ലോ എന്ന് പറഞ്ഞു അവിടുന്ന് പ്രസിഡന്റ് സദാനന്ദയുടെ വാ എന്ന് പറഞ്ഞ് സദാനന്ദനെയും വിളിച്ചുകൊണ്ട് പോയി. ഈ സമയത്ത് സുജാത പ്രസിഡന്റിന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോന്നു. അപ്പോഴേക്കും ജീവൻ കാറിനരികിലേക്ക് പോയി. ജീവൻ ഉടനെ തന്നെ ശരവണനോട് പറഞ്ഞു, അതെ ഇനിയാണ് നമുക്ക് അവളെ ശരിക്കും നോക്കേണ്ടത്. അപ്പോഴേക്കും ശരവണനോർത്തു, എന്താ അയ്യ എന്താ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ശരവണനോട് ജീവൻ പറഞ്ഞു, അതെ അവള് ഒരു നല്ല പെൺകുട്ടിയാണോ അല്ലയോ എന്ന് ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവള് നല്ലതാണോ അല്ലയോ എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കും, എന്നിട്ടേ ഈ വിവാഹം നടക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ താൻ ഇന്ന് നിത്യയെ പരീക്ഷിക്കുമെന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഹരിയും അമ്മാവനും പോകാനായി റെഡിയായി. രാമകൃഷ്ണൻ റെഡിയായി ഹരിയെ കാത്തങ്ങ് നിൽക്കുമ്പോ ഹരി റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. അല്ല വീണ എവിടെ അമ്മാവ, വീണ റെഡിയായോ എന്ന് ചോദിച്ചതും, ഓ അവള് ഇന്ന് റൂമിൽ തന്നെ കയറിയിരിക്കുകയായിരുന്നു, എവിടേക്കെങ്കിലും പോണെന്ന് പറയുമ്പോ അതുപോലെ ഒരു കാണലോ എന്ന് പറഞ്ഞതും വീണ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു. മോളെ വീണെ, ഇതെന്തൊരു വേഷ, ഈ കോലത്തിലാണോ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ വീണ പറഞ്ഞു, ഞാൻ വരുന്നില്ല അച്ഛാ. അത് കേട്ട ഉടനെ രാമകൃഷ്ണൻ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്കൊന്നും നിനക്ക് പങ്കെടുക്കുന്ന സ്വഭാവം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ വീണ പറഞ്ഞു, അച്ഛൻ വേറൊന്നും കരുതണ്ട, എനിക്ക് നല്ല തലവേദനയുണ്ട്, അതുകൊണ്ടാ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ മുത്തശ്ശിയും തന്നെയല്ലേ ഉള്ളൂ, ഹരിയേട്ടനും അച്ഛനും വരാൻ വൈകിയാലോ എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശിക്ക് ആരും കൂട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. എന്താ പറഞ്ഞേ എന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് രാമകൃഷ്ണൻ ഇങ്ങനെ എടുത്തു പറഞ്ഞപ്പോ ഹരി ചോദിച്ചു, അല്ല നിനക്ക് മരുന്ന് എന്തെങ്കിലും വാങ്ങിക്കണോ? അപ്പോഴേക്കും വീണ പറഞ്ഞു, വേണ്ട ഹരിയേട്ടാ, മെഡിസിൻ ഒക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നാ മുത്തശ്ശിക്കുള്ള മരുന്ന് അത് ഞാൻ എടുത്തു കൊടുത്തോളാം എന്ന് വീണ മറുപടി നൽകി. ഉടനെ രാമകൃഷ്ണൻ അകത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ ഞങ്ങൾ ഇറങ്ങുക കേട്ടോ എന്ന് പറഞ്ഞ് ഹരിയും രാമകൃഷ്ണനും കൂടി യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിയ രാമകൃഷ്ണൻ ഹരിയോട് പറഞ്ഞു, ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും അവള് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോടാ എന്ന് പറഞ്ഞപ്പോ ഹരി പറഞ്ഞു, അമ്മാവന്റെ പ്രാർത്ഥനയുടെ ഫലമാ ഇപ്പോ വീണയുടെ ഈ സ്വഭാവം, അമ്മാവൻ അതുപോലെ കരഞ്ഞു പ്രാർത്ഥിച്ചത് കൊണ്ടാ എന്ന് പറഞ്ഞപ്പോ ഉടനെ രാമകൃഷ്ണൻ പറഞ്ഞു, എന്നും ഇത് നിലനിന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണനും അവിടുന്ന് ഹരിയോടൊപ്പം പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് വീണ അവർ പോയെന്ന് ഉറപ്പായതോടെ വേഗം ഫോൺ എടുത്ത് വിപിൻദാസിന്റെ ഫോണിലേക്ക് വിളിച്ചു. ഇതേ സമയത്ത് നളിനി താൻ ഏർപ്പാട് ചെയ്ത ഗുണ്ട തലവനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇന്ന് ആ സർപ്പക്കളം നടക്കുന്നിടത്തുനിന്ന് എനിക്കിന്ന് രാത്രി അവളെ എന്റെ കൺമുന്നിൽ കിട്ടണം, ആ നിത്യയെ. അപ്പോഴേക്കും അവര് പറഞ്ഞു, ഞങ്ങൾ അവിടെ എത്തിക്കോളാം മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇന്ന് ആ സർപ്പക്കളത്തിൽ നിത്യ എന്ന് പറയുന്നവൾ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ മേഡത്തിന് മുന്നിലുണ്ടാവും, തീർച്ച. അത് കേട്ട ഉടനെ തന്നെ നളിനി പറഞ്ഞു, അതെ എനിക്ക് ഇന്ന് അവളെ കിട്ടണം, അതിന് ഇനി യാതൊരു പഴുതും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, മേഡത്തിന് എന്താ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ, ഞങ്ങളെ മേഡത്തിന്റെ കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നടപ്പിലാക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ നളിനി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, കൃത്യമായി നിങ്ങൾ ചെയ്യാറുണ്ടെന്ന്, എന്നാലും ഇന്ന് അവൾ ഇന്ന് എന്റെ അരികിൽ വരാതെ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല, അതുകൊണ്ടാ എന്നറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ നളിനി അങ്ങനെ പറയുന്നത് കേട്ട് വേഗം നന്ദിയുടെ ആ സംസാരം കേട്ട് ഗുണ്ട പറഞ്ഞു, ശരി മേഡം, ഇന്ന് രാത്രി അവൾ ആ സർപ്പക്കളത്തിന് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവൾ മേഡത്തിന് മുന്നിലുണ്ട്, തീർച്ച. ഉറപ്പ് പറഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോ നളിനി പറഞ്ഞു, അതെ മകളെ നഷ്ടമായതിന്റെ വേദനയിൽ എന്റെ ചേട്ടനിരുന്ന് ആങ്ങളി ഇരുന്ന് കരയുമ്പോ വേണം എനിക്ക് അവിടെ ചെന്ന്
ഏട്ടനെ ആശ്വസിപ്പിക്കാൻ മോളുടെ കാര്യം പറഞ്ഞ എന്ന് മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ട് നളിനി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും പ്രസിഡന്റിന്റെ വീട്ടിൽ അവിടെ സർപ്പക്കളത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ മാറി നിന്ന് പ്രസിഡന്റിന്റെ ഭാര്യ ഭാമയും സുജാതയും ഒക്കെ സംസാരിക്കുകയും അവിടെ ക്ഷണമനുസരിച്ച് എത്തിച്ചേർന്ന നാട്ടുകാരോട്, അവിടെയുള്ള ആ സ്ത്രീജനങ്ങളോട് പ്രസിഡന്റിന്റെ ഭാര്യ ഭാമ സുജാതയെ പരിചയപ്പെടുത്തി. ഇതൊരു ഫാമിലി ഫ്രണ്ട് ആണെന്നും ഇനിയുള്ള എല്ലാ വിശേഷങ്ങൾക്കും ഇനി മുതൽ സുജാതയെ നമുക്ക് കാണാമെന്നും പറഞ്ഞപ്പോ സുജാത പറഞ്ഞു, ദൈവം അതിനെ അനുഗ്രഹിച്ചാൽ കാണാൻ കഴിയും എന്ന് സുജാത മറുപടി നൽകുന്നു. അപ്പോഴേക്കും അപ്പുറത്ത് മാറി നിത്യ കൂട്ടുകാരിമാരോടൊപ്പം ഇരുന്ന് പൂക്കൾ ഇറുക്കുകയും പൂമാല കെട്ടുകയും അതിനുവേണ്ടിയെല്ലാം സഹായിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ സ്നേഹയോട് പറഞ്ഞു, അതെ താലമെടുക്കുമ്പോ എന്നോടും പറഞ്ഞാൽ മതി, ഞാനും വരാട്ടോ എന്ന് പറഞ്ഞപ്പോ സ്നേഹ പറഞ്ഞു, ഓ താഴത്തിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അതിന് വെറുതെ കഷ്ടപ്പെടുവൊന്നും വേണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭാമ വേഗം സുജാതയെ വിളിച്ചു, ദാ അങ്ങോട്ട് നോക്കിയ സുജാത, അത് കണ്ടോ ആ മോള് ഈ നാട്ടിൽ എന്ത് ചടങ്ങുണ്ടെങ്കിലും അതിലെല്ലാം ഓടി നടന്ന് വേണ്ടതെല്ലാം കണ്ടും കേട്ടും വൃത്തിയായി മോള് ചെയ്യും. എന്തായാലും നിത്യമോളെ വിവാഹം കഴിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ മഹാഭാഗ്യം തന്നെയാണ്. നിത്യമോളെ നിങ്ങൾക്ക് കിട്ടിയത് മഹാഭാഗ്യം എന്ന് പറഞ്ഞപ്പോ സുജാത പറഞ്ഞു, അതെനിക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ ഞാൻ മോളെ തന്നെ എന്റെ മോന് വേണ്ടി ആലോചിച്ചത്. അങ്ങനെ പറയുമ്പോ അവിടുന്ന് നിത്യ തന്റെ കൂട്ടുകാരിയായ സ്നേഹയോട് സംസാരിച്ചിട്ട് നേരെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് അതുവഴി റോന്ത് ചുറ്റിക്കൊണ്ടിരുന്ന ജീവൻ നിത്യ അവിടുന്ന് പോയെന്ന് കണ്ടതോടെ പ്രസിഡന്റിന്റെ മകൾ സ്നേഹയെ വിളിക്കുന്നു. ഒന്ന് അങ്ങ് വരാവോ എന്ന് ചോദിച്ചിട്ടും സ്നേഹ എഴുന്നേറ്റ് ജീവന്റെ അരികിലേക്ക് ചെന്നു. ഉടനെ ജീവൻ ചോദിച്ചു, അതെ സ്നേഹയുടെ കൂടെ നേരത്തെ കൊച്ചുനാൾ മുതൽ പഠിക്കുന്നതാണോ നിത്യ? നിങ്ങൾ പഴയ കൂട്ടുകാരാണോ എന്ന് ചോദിച്ചപ്പം അതെ അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അല്ല എന്താ ചോദിച്ചത് എന്ന് ചോദിച്ചതും, അല്ല ഈ സ്വഭാവമൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ എന്ന് ചോദിച്ചപ്പോ ഉടനെ സ്നേഹ ചോദിച്ചു, ആഹാ വിവാഹമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടാണോ സ്വഭാവമൊക്കെ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ഉടനെ ജീവൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ചുമ്മാ വെറുതെ ഒന്ന് അറിയാൻ എന്ന് ചോദിച്ചതും അയാളുടെ സ്വഭാവം എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ ഉടനെ സ്നേഹ പറഞ്ഞു, അതെ എനിക്ക് അസുഖമായിട്ട് എന്നെ കാണാൻ വരുന്ന കൂട്ടുകാരി ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ തവണ വന്നിരിക്കുന്നതും അവൾ മാത്രമാണ്. എൻ്റെ അടുത്ത് മിക്കവാറും അവൾ വരാറുമുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അത് അവളോട് പറഞ്ഞാൽ അവൾ അതങ്ങ് ഒപ്പിയെടുക്കും. അതാണ് അവളുടെ സ്വഭാവം. എന്നിട്ട് ആ സങ്കടം അങ്ങില്ലാതെ അലിച്ച് ഇല്ലാതാക്കി തരും. അത്രയും നല്ലൊരു സ്വഭാവക്കാരിയാണ് നിത്യ എന്ന് കൂട്ടുകാരി പറഞ്ഞു. അല്ല എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചതും ഒന്നുമില്ല, ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാനെന്നേ ഉള്ളൂ എന്ന് ജീവൻ മറുപടി നൽകി. ഉടനെ ജീവൻ ചോദിച്ചു, അല്ല ഇനി നിത്യക്ക് വല്ല പ്രണയബന്ധവും മറ്റോ എന്ന് ചോദിച്ചപ്പം ഉടനെ സംശയമാണോ എന്നായി അടുത്ത സ്നേഹയുടെ ചോദ്യം. അത് കേട്ടതും ജീവൻ പറഞ്ഞു, സംശയമൊന്നുമല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, സ്കൂളിലൊക്കെ ആകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതാ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ ജീവന്റെ ചോദ്യം കേട്ട് സ്നേഹ പറഞ്ഞു, അങ്ങനെ സ്നേഹം ബന്ധം എന്ന് പറയാൻ, പ്രണയം എന്ന് പറയാൻ ഒത്തിരി പയ്യന്മാര് ദിത്യയുടെ പിന്നാലെ നടന്നാണ്. നന്നായി പഠിക്കുന്ന കുട്ടി, നന്നായി പാട്ട് പാടുന്ന കുട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ നിത്യ ഒരെണ്ണത്തിനെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല, എല്ലാത്തിനെയും ഓടിച്ചു. എന്തായാലും നിത്യ നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിത്യ അവിടേക്ക് നടന്നു വന്നു. സ്നേഹയെ കണ്ട ഉടനെ നിത്യ പറഞ്ഞു, സ്നേഹയെ ബാബു അമ്മാവൻ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ സ്നേഹ പറഞ്ഞു, അതെ നിത്യ, ഇവിടെ നിന്റെ ആള് സംസാരിച്ചുകൊണ്ട് നിന്നെ കുറിച്ചായിരുന്നു കേട്ടോ, നിന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ ചോദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്നെ കുറിച്ചോ, എന്ത് എന്ന് അതിശയത്തോടെ നിത്യ അന്വേഷിച്ചു. അപ്പോഴേക്കും ഉടനെ ജീവൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, വെറുതെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയതുകൊണ്ട് വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ് ജീവൻ അവിടുന്ന് തടിത്തപ്പി. അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു, നല്ല ആളാ കേട്ടോ, നിനക്ക് നന്നായിട്ട് ചേരും എന്ന് നിത്യയോട് കൂട്ടുകാരി പറയുന്നു. ഇതെല്ലാം അപ്പുറത്ത് മാറി നിന്ന ശരവണനും കേട്ടു. നിത്യ ഉടനെ തന്നെ തനിക്കിത് കിട്ടിയ ജോലി പൂർത്തിയാക്കാനായി അവിടെ നിന്ന് പോയി. അതിനുശേഷം നിത്യ പൂമാലയെല്ലാം കിട്ടിക്കഴിഞ്ഞ് കൂട്ടുകാരിമാര് നിത്യയുടെ കയ്യിലേക്ക് ആ പൂമാല വെച്ച് നീട്ടി. അതെടുത്ത് അത് കൃത്യമായി തന്നെയാണോ ചെയ്തിരിക്കുന്നതെന്നും അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിത്യ നോക്കി നിൽക്കുമ്പോ അവിടേക്ക് ഹരിയും രാമകൃഷ്ണ അമ്മാവനും കൂടി നടന്നു വരുന്നു. ഹരിയും രാമകൃഷ്ണ അമ്മാവനും കൂടി അവിടേക്ക് എത്തിയതും പ്രസിഡന്റ് എന്ന് ചോദിച്ചു, ആഹാ എന്താ ഹരി, നീ ഇത്ര താമസിച്ചു പോയത്? സാധാരണ എല്ലായിടത്തും നേരത്തെ എത്തുന്ന ആളാണല്ലോ നീ, ഇത്തവണ എന്തു പറ്റി നീ താമസിച്ചത് എന്ന് ഹരിയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും ഹരി പറഞ്ഞു, അതെ വരുന്ന വഴിതാ ഇവരുടെ ഒരു പ്രശ്നം, അതുകൊണ്ടാണ് അവര് പിടിച്ചു നിർത്തി, അതാ പറ്റിയത്. എന്തായാലും അമ്മാവനും ഞാനിവിടെ വരെ വന്നല്ലോ, ചടങ്ങൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ, ചടങ്ങ് തുടങ്ങുമ്പോഴേക്കും ഞാനങ്ങ് എത്താം, ഇവരുടെ ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ പ്രസിഡന്റ് പറഞ്ഞു, അതെ ഞാൻ സത്യത്തിൽ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ്, അതൊക്കെ ശരി തന്നെ, പക്ഷെ ഞാൻ പരിഹരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ രാമകൃഷ്ണന്റെ അനന്തരവനാണ് കേട്ടോ ഇവിടെ മിക്കതും പരിഹരിക്കുന്നത്.
ഞാൻ അതുകൊണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു സീറ്റ് തരാം, മെമ്പർ ആയിക്കോ എന്നൊക്കെ. പക്ഷേ അതിനൊന്നും എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുമല്ലേ എന്ന് ചോദിച്ചതും ഹരി പറഞ്ഞു, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല പ്രസിഡന്റെ, അതൊക്കെ പ്രസിഡന്റ് തന്നെ അങ്ങ് നോക്കിയാൽ മതി. എന്നാ ശരി പ്രസിഡന്റ്, ഞങ്ങൾ ഇറങ്ങുവാ, ഒരു വേഗം തന്നെ മടങ്ങി വരാം എന്ന് പറഞ്ഞ് ഹരിയും കൂടെ വന്ന രണ്ടുപേരും കൂടി വേഗം അവിടെ നിന്ന് മടങ്ങുന്നു. അവര് പുറത്തേക്ക് അങ്ങനെ നടന്നു പോകുമ്പോൾ അവിടേക്ക് ചായയുമായിട്ട് നിത്യ എത്തുകയാണ്. നിത്യയോട് പ്രസിഡന്റിന്റെ ഭാര്യ പറഞ്ഞു, അതെ മോളെ, പുറത്ത് 1-2 പേർ കൂടി വന്നിട്ടുണ്ട്, അവർ കൂടി കൊടുക്കണേ എന്ന് പറഞ്ഞു. ശരി ചേച്ചി എന്ന് പറഞ്ഞ് നിത്യ ചായയുമായി പുറത്തേക്ക് ഇറങ്ങി. അവിടെ വന്ന് പ്രസിഡന്റിനും രാമകൃഷ്ണനും ചായ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ പിന്നെ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു, ഹരി ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞതും, വേണ്ട പ്രസിഡന്റ്, ഞാൻ വന്നിട്ട് കുടിച്ചോളാം എന്ന് തിരിഞ്ഞു പോലും നോക്കാതെ മറുപടി പറഞ്ഞ് ഹരി അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. അപ്പോഴേക്കും ഹരിയെ ഒന്ന് നോക്കാൻ പോലും നിൽക്കാതെ നിത്യയും അകത്തേക്ക് മടങ്ങുന്നു. ഈ സമയത്ത് അവർ രണ്ടുപേരും അവിടെ വന്ന ആ കൃത്യസമയത്ത് ഒരു കാറ്റ് വീശുന്നു. അതിനുശേഷം നിത്യ കൂട്ടുകാരികളുടെ ഒപ്പം തന്നെ ഇരുന്ന് പൂക്കളൊക്കെ റെഡിയാക്കുന്ന നേരത്ത് നിത്യയുടെ ഫോണിലേക്ക് കോള് വന്നു. നിത്യ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്ത് നിന്ന് ജീവൻ പറഞ്ഞു, നിത്യ ഇത് ഞാനാ ജീവൻ. ഉടനെ നിത്യ ചോദിച്ചു, എന്താ ഈ സമയത്ത് എന്ന് ചോദിച്ചതും, അതെ നിത്യയോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അല്ല പറഞ്ഞോളൂ എന്ന് ഉടനെ നിത്യ മറുപടി നൽകിയതും, അതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാവോ, ഇപ്പൊ ഫോണിലൂടെ എങ്ങനെയാ പറയുന്നത്, നേരിട്ട് പറയാനുള്ളതാ എന്ന് പറഞ്ഞപ്പോ നിത്യ പറഞ്ഞു, അത് ഇപ്പൊ എവിടെയാ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അത് ഈ വീടിന്റെ പുറകിലുള്ള ഒരു തെങ്ങിൻ തോപ്പിലെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് നിത്യ ഫോൺ വെച്ചു. അപ്പോഴേക്കും എന്തായിരിക്കും കാര്യം എന്നറിയാതെ സംശയത്തോടെ നിത്യ അങ്ങനെ ഇരിക്കുമ്പോ ശരവണൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഒരു പരീക്ഷണം എന്ന് ചോദിച്ചപ്പോ ശരവണനോട് ജീവൻ പറഞ്ഞു, അതെ അവൾ ഇപ്പൊ ഇങ്ങനെ വരും, തനിച്ച് എന്റെ അരികിലേക്ക് ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്നും അവൾ വന്നാൽ അവളെ എന്താ വിചാരിക്കണമെന്നറിയോ, നല്ലൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെങ്കിൽ പോലും തനിച്ച് വിളിച്ചാൽ അയാളുടെ അരികിലേക്ക് പോകില്ല, അതാണ് സത്യം എന്ന് ജീവൻ അറിയിച്ചു. ഉടനെ തന്നെ ശരവണൻ പറഞ്ഞു, അയ്യാ അതിപ്പോ അയ്യൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് വിളിക്കുമ്പോ വരാതിരിക്കില്ലല്ലോ എന്ന് ചോദിച്ച ഉടനെ ജീവൻ പറഞ്ഞു, അതെ നല്ല പെൺകുട്ടിയാണെങ്കിൽ ഒരു കാരണവശാലും വരില്ല, പെൺകുട്ടികളെ കുറിച്ച് നിനക്ക് എന്തറിയാം, ചിരിച്ചുകൊണ്ട് അവർ നമ്മുടെ കഴുത്തറക്കും, അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് നമ്മളെ ചതിക്കും, അങ്ങനെയുള്ളവളാണ് സ്ത്രീ എന്ന് പറയുന്നത്, പെണ്ണിനെ ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ജീവൻ അറിയിച്ചു. അതെല്ലാം കേട്ടങ്ങനെ ശരവണൻ നിൽക്കുമ്പോൾ അവൾ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് വരും, തനിച്ച് അവൾ ഇവിടേക്ക് വരുന്നതെങ്കിൽ പിന്നെ ഈ ബന്ധം ഇതോടെ അവസാനിച്ചു, അവള് ഇവിടേക്ക് വരുന്നത് ഒറ്റയ്ക്കാണോ അല്ലയോ എന്ന് നീ നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോ ഒരു അവസരം കിട്ടാനെ കാത്തിരിക്കുന്നവളാണ് അവൾ എന്ന് ജീവൻ പറഞ്ഞങ്ങനെ നിർത്തുമ്പോ അവിടേക്ക് തനിച്ച് നിത്യ വരുന്നത് കണ്ടു. ഉടനെ നിത്യ വരുന്നത് കണ്ട് ശരവണൻ പറഞ്ഞു, ദേ അയ്യോ അന്ത പൊണ്ണ് പാവം അയ്യ എന്ന് പറഞ്ഞപ്പോ ജീവൻ പറഞ്ഞു, നീ നോക്കിക്കേ, കണ്ടില്ലേ അവൾ ഇവിടേക്ക് വരുന്നത്, ഞാൻ പറഞ്ഞത് ഇപ്പൊ എത്ര സത്യാന്ന് നോക്കിയേ, തനിച്ചല്ലേ അവൾ വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജീവൻ ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ ശരവണൻ അവിടേക്ക് എത്തി. ജീവൻ ശരവണനോട് പറഞ്ഞു, വേണ്ടയ്യ അങ്ങനെയൊന്നും പറയണ്ട. അപ്പോഴാണ് ശരവണൻ അവിടേക്ക് എത്തിക്കഴിഞ്ഞത്. ഉടനെ തന്നെ ജീവൻ ശരവണനോട് പറഞ്ഞു, നീ മിണ്ടാതെ അവിടെ ഇരിക്കടാ. പിന്നെ നിത്യ അവിടേക്ക് എത്തിയിട്ട് ചോദിച്ചു, എന്താ കാണണമെന്ന് പറഞ്ഞ്. അപ്പോഴേക്കും ജീവൻ പറഞ്ഞു, അതെ പറയാൻ ഒരുപാടുണ്ട്, ഇവിടെ ഈ ശരവണൻ നിൽക്കുന്നതൊന്നും കാര്യമാക്കണ്ട, അവനെ ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാം, കുറെ കാര്യങ്ങൾ എനിക്ക് നിത്യയോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ നിത്യ ചോദിച്ചു, എന്താ പറയാനുള്ളത്, അല്ല ഇപ്പൊ തന്നെ പോണമെന്നുണ്ടോ, ഇപ്പോ തനിച്ചിങ്ങി വന്നതല്ലേ, ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒറ്റയ്ക്ക് ഇവിടേക്ക് വന്നതല്ലേ, അവസരം മുതലാക്കാനായി ഇറങ്ങിയതല്ലേ എന്നൊക്കെ നിത്യയോട് ശരവണന്റെ മുന്നിൽ വെച്ച് ജീവൻ ചോദിച്ചു. ഇത് കേട്ട ഉടനെ തന്നെ ശരവണന്റെ മുന്നിൽ വെച്ച് അങ്ങനെ ചോദിക്കുമ്പോ നിത്യ ആകെ വിഷമത്തിലായി. അപ്പോഴേക്കും ശരവണൻ പറഞ്ഞു, ഈ പൈത്യക്കാരൻ എന്നിങ്ങനെ മനസ്സിൽ ശരവണൻ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുമ്പോ ജീവനോട് എന്ത് മറുപടി പറയുന്ന അറിയാതെ വിഷമിച്ചങ്ങനെ നിത്യ നിന്നു. ഉടനെ ജീവൻ ചോദിച്ചു, ഇത്രയും ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുമ്പോ ആ ചടങ്ങിനേക്കാൾ പ്രധാനം ഇവിടെ തനിച്ചു വരിക എന്നുള്ളതാണ്, ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിട്ടും അവരെ ആരെയും നോക്കാതെ തനിച്ച് ഇവിടേക്ക് വന്നു, അപ്പോ അവസരം മുതലാക്കാൻ വന്നതല്ലേ എന്നായിരുന്നു ശരവൺ ജീവന്റെ ചോദ്യം. അപ്പോഴേക്കും നിത്യ വിഷമത്തോടെ പറഞ്ഞു, അയ്യോ ഞാൻ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയതും ഒന്നും പറയണ്ട എന്ന് ജീവൻ മറുപടി കൈ ഉയർത്തി സംസാരിക്കുമ്പോ ഉടനെ പിന്നിൽ നിന്ന് സുജാത ചോദിച്ചു, അതെന്താടാ ഒന്നും പറയണ്ടെന്ന് നീ പറയുന്നത്, നിത്യമോളോട് നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ നീ മോളെ ഇവിടേക്ക് വിളിപ്പിച്ചത് എന്ന് സുജാതയും ഒപ്പം സദാനന്ദനും കൂടെ ജ്യോതിയും കൂടിയെത്തി. ഇത് കണ്ടുടങ്ങനെ ജീവനാകെ വിഷമിച്ചതും, അല്ല നീ ഫോൺ വിളിച്ച് മോളോട് എന്തോ സംസാരിക്കാനുണ്ടെന്നും ഇങ്ങോട്ട് വരണമെന്നും നീ പറഞ്ഞുവെന്ന് മോള് വന്ന് പറഞ്ഞല്ലോ, അതാ ഞങ്ങളെ കൂടി മോള് വിളിച്ചോണ്ട് വന്നത്. ഉടനെ തന്നെ
സദാനന്ദൻ ചോദിച്ചു, എന്താ മോനെ, എന്താ കാര്യം, എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ സുജാത ചോദിച്ചു, എന്താടാ, എന്തിനാ മോളെ ഇങ്ങോട്ട് തനിച്ച് നീ വിളിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോ ഉടനെ ജീവൻ പറഞ്ഞു, അത് പിന്നെ അമ്മേ, ദാ അതിന് കാരണം ദേ ഇവൻ ഒറ്റ ഒരുത്തനാ എന്ന് പറഞ്ഞു. ശരവണനെ നോക്കി ജീവൻ പറഞ്ഞു, അത് കേട്ട ഉടനെ ഞാനോ, എന്താ എന്താ അയ്യ ഈ പറയുന്നത് എന്ന് ശരവണൻ അതിശയപ്പെട്ട് ചോദിക്കുമ്പോ ജീവൻ പറഞ്ഞു, അമ്മേ, ഇവൻ പറയുക നാട്ടുമ്പുറത്തെ പെങ്കൊച്ചാണെന്നും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വിശ്വസിക്കരുതെന്നും ഒരവസരം കിട്ടിയ മുതലെടുക്കാൻ മറക്കില്ല എന്നും അവര് അവസരം കിട്ടിയ മുതലാക്കാതെ ഇരിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് മോളെ ഇവിടെ നിത്യയെ ഇങ്ങോട്ടൊന്ന് തനിച്ച് വിളിച്ചാൽ അവൾ തനിച്ച് വരുമോ ഇല്ലയോ എന്ന് നോക്കാനൊക്കെ ഇവനാ എന്നോട് പറഞ്ഞത്. അപ്പോഴേക്കും ശരവണൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലമ്മേ എന്ന് പറഞ്ഞപ്പോ ഉടനെ ജീവൻ പറഞ്ഞു, അല്ല, ഞാനിവനോട് എത്ര തവണ പറഞ്ഞാണെന്നറിയോ, നിത്യ നല്ല സ്വഭാവ, നല്ല കുട്ടിയാ എന്നൊക്കെ. പക്ഷെ അതൊന്നും ഇവൻ സമ്മതിച്ചില്ല. ഇവൻ എന്നോട് തർക്കിക്കുകയും ചെയ്തമ്മേ. ഞാൻ നിത്യയെ കുറിച്ച് നല്ല വാക്ക് പറയുമ്പോ എന്നോട് എതിർക്കുകയായിരുന്നു ഇവൻ ചെയ്തത്. അതിന് ഇവന്റെ ആ ഒരു ചോദ്യം അത് വിശ്വസിപ്പിച്ചു കൊടുക്കാൻ, അതൊന്ന് തെളിയിച്ചു കൊടുക്കാനാ ഇപ്പൊ ഞാൻ ഇവിടേക്ക് വിളിപ്പിച്ചെന്ന് പറഞ്ഞു. ശരവൺ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അയ്യോ അമ്മ, ഞാൻ അപ്പടിയൊന്നും പറയില്ലേ എന്ന് പറഞ്ഞ് ശരവൺ മുന്നിലേക്ക് എത്തിയതും സുജാത ദേഷ്യത്തോടെ ശരവണന്റെ കർണത്തടിച്ച്, മിണ്ടി പോവരുത് നീ, നിനക്ക് ഇതുപോലെ നിന്റെ സംശയം ഇല്ലാതാക്കാനും നിനക്ക് പരീക്ഷണം നടത്താനും ഉള്ളതാണോ പെൺകുട്ടികൾ എന്ന് ചോദിച്ച് ശരവണ നേരെ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും സുജാത പറഞ്ഞു, അമ്മേ ക്ഷമിക്കമ്മേ, ഇവന്റെ കാര്യത്തിന് മണ്ടത്തരത്തിന് ഞാൻ അബദ്ധത്തിൽ അങ്ങനെ വീണു പോയതാണമ്മേ. എന്തായാലും ഇനി ഇവനെ ഇതുപോലെയുള്ള കാര്യത്തിലൊന്നും ഞാൻ വിശ്വസിക്കില്ലമ്മേ, സോറി അമ്മേ എന്ന് പറഞ്ഞു. അതിനുശേഷം നിത്യ നോക്കിയിട്ട് പറഞ്ഞു, നിത്യ, ഐ എം സോറി, ഐ എം വെരി സോറി എന്ന് പറഞ്ഞു നിത്യ ആകെ വിഷമത്തോടെ നിന്നു. ഉടനെ സുജാത നിത്യയുടെ അരികിലേക്ക് എത്തിയിട്ട് വന്നിട്ട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ, ഇവനോട് ഇതുപോലെ ഓരോ മണ്ടത്തരം പറയാൻ ഇവനും കേട്ട് അതുപോലെ ചെയ്യാൻ ഇവനും. ഇത് കേട്ട ഉടനെ ജ്യോതി പറഞ്ഞു, അതെ, അതുകൊണ്ട് മാത്രമല്ലല്ലോ ഏട്ടൻ ഇവിടേക്ക് നിത്യേച്ചയെ വിളിച്ചത്, ഇവിടെ തനിച്ച് കുറച്ചു നേരം നിത്യേച്ചയെ ഒന്ന് കാണാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചല്ലേ എന്ന് ജീവൻ ചോദിച്ചപ്പോഴേക്കും, അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്ന് സുജാതയെ നോക്കിയിട്ട് ജീവൻ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും തപ്പിത്തടഞ്ഞ് ജീവൻ പറയുന്നത് കേട്ട് സുജാത പറഞ്ഞു, ഒളിക്കണ്ട, നിന്നെ മറുപടി കേൾക്കുമ്പോ നിന്റെ മുഖത്തൊന്നും എനിക്കത് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴേക്കും സദാനന്ദൻ പറഞ്ഞു, എന്നാ നമുക്ക് പോവാം മോളെ എന്ന് ചോദിച്ചപ്പോ സുജാത ചോദിച്ചു, ജീവ, ഇനി നീ മോളെ ഇതുപോലെ വിളിക്കില്ലല്ലോ അല്ലെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ലമ്മേ, അമ്മ എന്താ അമ്മ ഇങ്ങനെ എന്ന് ജീവൻ ചോദിച്ചു. അപ്പോഴേക്കും ഉടനെ നിത്യയെ ചേർത്ത് പിടിച്ചിട്ട് സുജാത പറഞ്ഞു, മോളിങ്ങി വാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നിത്യയെ വിളിച്ചുകൊണ്ട് സുജാത അവിടെ നിന്ന് മടങ്ങി. അങ്ങനെ സുജാത മകളുമായിട്ട് പോകുന്ന സമയത്ത് ശരവണൻ ഉടനെ ജീവനോട് ചോദിച്ചു, എന്തിനാ അയ്യ എന്നെ വെറുതെ അമ്മയുടെ മുന്നിൽ ഇങ്ങനെ ഒരു മോശക്കാരനാക്കിയത് എന്ന് ചോദിച്ചതും ഉടനെ ശരവണനോട് പറഞ്ഞു, നീ ഇതിന്റെ സത്യാവസ്ഥ എങ്ങാനും അമ്മയെ ബോധ്യപ്പെടുത്താനായി പോയാലുണ്ടല്ലോ, നിന്നെ ഞാൻ കൊന്നു കളയും എന്ന് പറഞ്ഞപ്പോ ശരവണൻ പറഞ്ഞു, എന്തിനാ അയ്യ എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്, ഒറ്റയടിക്കും കൊല്ല്, അതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് കൊല്ലയ്യ എന്ന് പറഞ്ഞപ്പോ ഉടനെ ജീവൻ പറഞ്ഞു, ഒരെണ്ണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, എന്നാ ഇനിയുമുണ്ട് ഇതുപോലെ പല പരീക്ഷണങ്ങൾ എന്ന് ജീവൻ പറയുമ്പോ അതിശയത്തോടെ ശരവൺ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, ഇനിയും അയ്യ, ഇനിയും പരീക്ഷണമോ എന്ന് ചോദിച്ചപ്പോ ജീവൻ ചിരിച്ചുകൊണ്ട് അതേ എന്ന് തലയാട്ടുന്നു.